തമ്പ് എന്ന ചിത്രത്തിൽ കുട്ടികളുടെ കലപില ശബ്ദങ്ങളിൽ ഒന്നായി മൈക്കിന് മുന്നിൽ നിന്നു. പിന്നീട് ബാലതാരങ്ങളുടെ ശബ്ദമായി മാറി. ആദ്യമായി നായികയ്ക്ക് ശബ്ദം നൽകുന്നത് ഇളനീർ എന്ന ചിത്രത്തിലാണ്. കാറ്റത്ത് കിളിക്കൂട് എന്ന ചിത്രത്തിൽ ശബ്ദം നൽകിയതാണ് ശ്രദ്ധിക്കപ്പെട്ടത്. തുടർന്ന് പ്രധാന കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി വന്നു. ഒരു കഥാപാത്രത്തിന് രംഗത്തിന്റെ അർത്ഥവും ഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് ഡബ്ബ് ചെയ്യുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഒരു ചിത്രത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ശബ്ദം നൽകുക എന്നത് അതിലേറെ പ്രയാസകരമാണ്. വ്യത്യസ്തമായ രീതിയിൽ ഭാവത്തിൽ ശബ്ദം നൽകുകയെങ്കിൽ സംഗതി ഉഷാറാകും. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ മികവ് തെളിയിക്കുന്ന ഇത്തരം സിനിമാ രംഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അതിന് നിനക്കെന്തെത്ര ടെൻഷൻ? ടെൻഷന്റെ അല്ല, ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളല്ലേന്നൊരു കുറ്റബോധം. എങ്ങനെ? നമ്മളല്ലേ പോയി അടുത്തിരുന്ന് വർത്താനം പറയാനൊക്കെ പറഞ്ഞത്? അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ആഹാ, പെട്ടെന്ന് കയറി സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ? എന്താടെ പേര്? സുധീഷ്. വിളിക്കുന്ന സുധീന്ന്. M.Com ഫസ്റ്റ് ക്ലാസ്സാ. ഇപ്പൊ MBA പഠിക്കുന്നു. കൊള്ളാലോ. എന്തു കൊള്ളാം? ഇയോച്ചായന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടം തോന്നുന്നു. ദേടി, ദേ വരുന്നു. ആര്? അയ്യോ, ദേ ഇങ്ങോട്ട് തന്നെ വാ, നമുക്ക് പോവാം. എന്തിനാ? എനിക്ക് പേടിയാ. ഇനിയും വല്ലതും നമുക്ക് പോവാം. വാ ശ്യാമേ. ഇങ്ങനെ പേടിച്ചോടനെ നിന്നെ കിട്ടില്ല. നീ ഇവിടെ അങ്ങനെ നിക്ക്. വെറുതെ എന്തിനാ? നീ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ പോവാ. മിനി, ഞാൻ കാണണ്ട ജയകൃഷ്ണന് ജീൻസും ബ്രൗൺ ഷർട്ടും ഇട്ട് ലൈബ്രറിയുടെ മുന്നിൽ ഫോണുമായി നിന്ന് കലി തുള്ളണത്. ഇന്നത്തോടെ നിന്റെ അന്ത്യ. എന്റെ അടുത്ത കളി ധൈര്യം ഉണ്ട്. ഒരു 10 മിനിറ്റ് നീ കട്ട് ചെയ്ത് സംസാരിക്കടി. അതിനുള്ളിൽ ഞാൻ നിന്നെ പിടികൂടിയിരിക്കും. എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടണേ? എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞ പോരെ? ആ നിമിഷം ഞാൻ മുന്നിൽ ഒന്ന് നിക്കില്ലേ? നല്ല സ്റ്റൈലായിട്ട്. അതിന് നിന്റെ മറ്റവൻ വരൂടി. അപ്പൊ 10 മിനിറ്റ് അല്ല, 10 വർഷം എടുത്താൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നീ അയാളെ മനസ്സിലാക്കിയെന്ന് പറയണത് വെറുതെയാ. നിന്റെ അച്ഛൻ അയാളെ വിശ്വസിച്ച് നിന്നെ കൂടെ അയച്ചിരിക്കണേ. ആ നിന്നെ തന്നെ സ്വന്തമാക്കാൻ അയാൾ ശ്രമിക്കോ? അങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്യുന്ന ആളാണ് ജയകൃഷ്ണൻ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇതെല്ലാം തുറന്ന് പറഞ്ഞ നിന്നെ അശോകേട്ടന്റെ കയ്യിൽ ഭദ്രമായിട്ട് കൊണ്ട് ഏൽപ്പിക്കാവും അയാൾ ആദ്യം ചെയ്യാം. നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അയാൾ അങ്ങനെ ചെയ്യൂ. അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ? അവളും കൂടി വന്നാലേ വെക്കേഷൻ അടിപൊളിയാവൂ. ഓ ഗോഡ്, എനിക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അതൊന്ന് തീർന്നിട്ട് വന്നാൽ മതിയായിരുന്നു എന്നാ എന്റെ പ്രാർത്ഥന. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പറയുന്നത് ഞാനായിരിക്കണമെന്ന് മാത്രം. സത്യമായിട്ട് ഞാനില്ല. രവേട്ടിനെ കുറിച്ച് എനിക്കങ്ങനെ തോന്നി. ദേവു ഇടി വീഴും. നീ അല്ലെങ്കിൽ പിന്നെ ആ കൊറിയർ ട്രിവാൻഡ്രത്തിന് എങ്ങനെ വന്നു? അത് നമ്പർ വേണ്ട, സത്യം പോലെ പറ. ആമി ട്രിവാൻഡ്രത്ത് നീ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഗായത്രിയും അപർണയും ജ്യോതിയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലേ മുത്തച്ഛന്റെ അടുത്ത് പോയത്. അവിടെ അവര് भाई साहब, हम गांव और शहर घूम के नाच गाने पेश करने वाले बंजारे लोग हैं. क्या आप हमारे मदद कर सकते हैं? ओके, नो प्रॉब्लम. शुक्रिया. आपका नाम क्या है? मैं खिलाड़ी, तू आना. നേരം എത്രയായി? സാവിത്രി ചുറങ്ങണില്ലേ? അമ്മമ്മ തിരക്കണുണ്ടായിരുന്നു. അത്താഴം കഴിച്ചില്ലല്ലോ ഇന്ന്. വിശപ്പ് തോന്നാഞ്ഞിട്ടാ. എന്താ ആലോചിക്കണത്? ഒന്നുമില്ല. പത്മിനി കിടന്നോളൂ, ഞാൻ വന്നോളാം. എന്നിട്ട് ഞാൻ പറഞ്ഞു അവളോട് കുറച്ച് നീങ്ങിയിരിക്കാൻ. അപ്പൊ അവളൊരു വലിയ പെൻസിൽ എടുത്ത് കാണിച്ചു മമ്മി. വലിയ മമ്മി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു പെൻസിൽ. ആണോ? ചോദിച്ചപ്പോ ഫോറിനാന്ന് പറഞ്ഞു. ഹായ് റോയ് അങ്കിൾ. എന്താ നടന്നു? വണ്ടി വന്നില്ലേ? വണ്ടി സർവീസിങ് കൊടുത്തിരിക്കാം. എന്നാ കയറിയാട്ടെ. ആ മമ്മി ഇവിടെ ഇരിക്കാം. നടന്ന് ഞങ്ങൾ ഈ ആനയുടെ ഉറുമ്പിന്റെ കഥ ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിലൊന്നും വേണ്ട. പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ്സ അഭിമാനമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. ഡോക്ടറെ, നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂല്ലേ? പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും വാങ്ങിയത്. ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് നടക്കുക. ഏട്ടാ, മാപ്പ്. വാശിയും വൈരാഗ്യവും ഏട്ടനെ പോലെ തന്നെ എനിക്കുണ്ട്. എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും സഹായം ചോദിച്ചോണ്ട് തിരിച്ചു വരില്ല. എവിടെയാണ് ഇറങ്ങി വാടി കാന്താരി? എന്താ വിളിച്ചത്?
എടീന്നോ എന്തിനാ നാളോട്ട് കിടന്ന് തൊള്ള തുറക്കണേ? എടി നിന്നെ വളർത്താൻ ഏൽപ്പിച്ച ആടായത് വളർത്തി പ്രസവിപ്പിച്ച് കറവേ ഒരു കുട്ടിയെയും കൂലിയായിട്ട് നീ എടുത്ത് എന്നിട്ട് മടക്കി തന്നതോ ഒരു പേട്ട ആട്ടുംകുട്ടിയും ചത്ത ഈ ആടിനെയും. ആഹാ, എന്നെ വളർത്താൻ ഏൽപ്പിച്ച ആടിനെ ഇന്നലെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ജീവനുണ്ടായിരുന്നല്ലോ. വാചകടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. എനിക്ക് വേറെ ആടിനെ തിരിച്ചെന്നില്ലല്ലേ നീ വിവരം അറിയും. അറിയോ? പ്രശ്നം Yes, yes, yes. Chandramouli is in love. കാഴ്ചയിൽ ഫീൽ ചെയ്യുന്ന സൗന്ദര്യം, അട്രാക്ഷൻ, ജസ്റ്റ് ഫിസിക്കൽ, നത്തിങ് ബട്ട് സെക്സ്. എന്താ മോനെ, ഇതൊന്നും അല്ലാത്തൊരു ഫീൽ ഉണ്ടോ ദയാ ശ്രീനിവാസ് എന്ന പെൺകുഞ്ഞിനോട്? നാളെ രാവിലെ അവൾ ബോംബെക്ക് തിരിച്ചു പോകുമെന്ന് ഓർക്കുമ്പോൾ ഒരു പെയിൻ അല്ലേ? മറ്റാർക്കും ഇതൊന്നും പാടില്ല എന്ന നിങ്ങളുടെ സ്റ്റുപ്പിഡ് സുപ്പീരിയർ കോംപ്ലക്സ് ഉണ്ടല്ലോ, അത് മാറണം. എന്നും കുടിച്ചിട്ട് വൈകി വീട്ടിലേക്ക് വരുന്ന ഐസക്കിനോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു വാതിൽ തുറക്കില്ലാന്ന്. ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് വന്നില്ല. എന്ത് ചെയ്യും ഞാനും മോനും? മോനെയും കൂട്ടി ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. അതാണിപ്പോ 1.5 വർഷമായിട്ടുള്ള സെപ്പറേഷൻ. രേഷ്മയ്ക്ക് കടലിൽ എന്താ എത്ര പേടി? രേഷ്മ എന്താ എത്ര പേടി? ഞാനില്ലേ കൂടെ? രേഷ്മ ഓക്കെ ഓക്കെ വേണ്ട, രേഷ്മ ഇവിടെ നിന്നോളൂ. ദേ എനിക്ക് കടലിനെ പേടിയില്ല. ഹലോ, സണ്ണി ഡോക്ടർ അല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. രേഷ്മ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്തി. വെയിൻ കട്ട് ചെയ്തതാ. പെട്ടെന്ന് കണ്ടതുകൊണ്ട് അധികം ബ്ലീഡിംഗ് ഉണ്ടായില്ല. ഓക്കെ ഡോക്ടർ. ഒന്നും ചെയ്തിട്ടില്ല. വരരുത്, ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. ഞങ്ങൾക്ക് പേടിയാ. ഏട്ടനെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് പേടിയാ. പ്രേമിച്ചാ മതി. ചെയ്യുന്നു ഗൗരിയർത്തി, ദേ കളി മതിയായിക്കോളൂ കേട്ടോ. മാധവട്ടം വന്ന് കണ്ടാ മതി, അതോടെ എല്ലാം തീരും. ഞങ്ങൾ പൊക്കോളാം വലിയേട്ട. ഞങ്ങളെ കൊണ്ടാക്കിയത് ഞങ്ങൾ അവിടെ തന്നെ നിന്നോളാം. ഇവിടെ നിൽക്കാൻ എന്താ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നീയാണോ? ഞാനല്ല. പിന്നാരാ? അച്ഛൻ. എന്താണ് ചേച്ചിയോടൊരു കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇവിടുത്തെ സാറിന്റെ കോളേജിൽ ഇന്റർവ്യൂ ആണ്. അഡ്മിഷൻ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടു. ചേച്ചി പ്രൊഫസറോട് ഒന്ന് പറയണം. എന്താ കുട്ടിയുടെ സബ്ജക്ട്? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്, ഫസ്റ്റ് BA. ആഹാ, മാർക്കൊക്കെ എങ്ങനെയാ? മോശമല്ല. വേണ്ടെന്ന് വെച്ചു. അത് എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഇന്നലെ ഞാൻ വന്നു. അപ്പോഴും കട തുറന്നിട്ടില്ല. ഇന്നിപ്പോ കുമാരേട്ടൻ പറയാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. എന്താ കട തുറക്കാത്തത്? ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തയ്ക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണത് ശരിയാ. ആ കൈയോട് ഉത്രട്ടാതിയ നക്ഷത്രം. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? ആ സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ? പേടിത്തൊണ്ടൻ. വീമ്പ് പറച്ചില് മാത്രമേ ഉള്ളൂ, ധൈര്യം ഉണ്ടെന്ന്. വീമ്പ് പറച്ചിലല്ല, ഇതുപോലത്തെ ഒരു കാട്ടി യക്ഷി ഒന്നുമില്ലെങ്കിൽ തളച്ചോണ്ട് കിടക്കുന്നില്ലേ ഞാൻ? എന്നെ എന്തിനാ കാട്ടി യക്ഷിന്നും വെള്ളാടി മുത്തിന്നൊക്കെ വിളിക്കുന്നേ? അത് പിന്നെ നിനക്ക് അതുമായിട്ട് കുറച്ച് രൂപസാരസ്യങ്ങളുണ്ടല്ലേ? ഇതെന്താ കയ്യിലൊരു പൊതി? കാവിൽ ഉത്സവം കൂടിയിരിക്കല്ലേ, ആ വഴി വന്നപ്പം നിനക്ക് വേണ്ടി കുറച്ച് കരിവളയും പൊട്ടും ചാന്തും വെക്കാണെന്ന് നീ വിചാരിക്കും. പക്ഷെ ഇതല്ല, ഇത് മോക്ക് വേണ്ടി ബാലനാടന്ന് ഉടുപ്പ് വെപ്പിച്ചതാ. ഇപ്രാവശ്യം വന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കാൻ കൂടെ നേരമില്ല. ഇപ്പൊ ഗീതമോൾ മതി. അവൾ ഇന്നോ നാളെയോ പോവില്ലേ? നിനക്കെന്താ അസൂയ? അയ്യോ, അവള് നമ്മുടെ മണിക്കുട്ടി മാതിരിയല്ലേ? ആഹാ,
എഴുന്നേറ്റോ മോളെ? എന്താ ചെയ്യുന്നേ? മോക്ക് കുടിക്കാൻ പാല് കറക്കല്ലേ? ഞാൻ കറക്കട്ടെ? മോള് കറന്നാലേ ഈ കള്ളി ചൊരത്തൂല്ല. ചൊരുത്താന്ന് പറഞ്ഞ എന്തുവാ? അത് കുട്ടികൾക്ക് കുടിക്കാൻ അമ്മമാര് പാല് ചൊരുത്തും. അത് കുടിച്ചാ കുട്ടികൾ വളരുക. പശു അങ്ങനെ തന്നെയാ. ഈ പശുവിന്റെ ഡോക്ടർ അത്? എന്ത്? മോടെ ഇംഗ്ലീഷ് ഒന്നും അമ്മൂമ്മയ്ക്ക് മനസ്സിലാവില്ല. ഞാനൊന്ന് തൊട്ടോട്ടെ. അയ്യോ പോയല്ലോ കുട്ടിയെ. സോറി. കുട്ടിയെ മനസ്സിലായില്ലല്ലോ. എന്റെ അഡ്രസ്സും ജാതു പറഞ്ഞിട്ട് തനിക്ക് എന്തിനാ? അല്ല ഈ നിൽക്കുന്ന ആളില്ലേ? ഈ നിൽക്കുന്ന ആളെ എന്റെ കെട്ടിയോൻ. ഇയാള് പിന്നെ ശരി, ഇയാള് ഡോക്ടറിന്റെ ഡ്രൈവർ ആയിരുന്നോ? അച്ഛോ, ഓ നീയുണ്ടോ? ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ മീരജി. എന്റെ ഭരതേട്ടൻ ഇങ്ങനെ മയക്കെടുക്കാൻ എന്ത് കൈവശം മീരജി കൊടുത്തേ? എന്താ കൈവശം കൊടുത്ത് മയക്കാൻ നീ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടോ? ദേ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, എടുത്തിമാന്നൊന്നും ഞാൻ നോക്കൂല. ഒന്ന് പറഞ്ഞു തന്നെ, ആ കരിമ്പാറ പൊട്ടിച്ച് ഇളനീര് കോരിയെടുത്ത മന്ത്രവിദ്യ എന്താന്ന്? എനിക്ക് കാശ് വേണം. ഒരു 2000 രൂപ വളരെ അത്യാവശ്യ. കടായിട്ട് മതി, കൈ കിട്ടുമ്പോ തിരിച്ചു തരും. വേണാച്ച പലിശ ആവാം. എന്തായാലും എവിടുന്നാ വിശ്വട്ടാ കാശ്? തിരിച്ചേരി ബാലരാമ പിഷാരിയുടെ മോളല്ലേ നീയേ? 4:45 നിന്റെ കാണാതിരിക്കുവോ? എന്തേലും ഇപ്പൊ ഒന്നുമില്ല. നിന്റെ ഉണ്ടോടി? ഉണ്ട്, പക്ഷെ സ്റ്റേറ്റ് ബാങ്കിനകത്താ. ലോക്കറിന്റെ താക്കോല് ഇരിങ്ങണ്ണൂര് മച്ചും പുറത്തും. എന്താ ഇപ്പൊ ചെയ്യേണ്ട വിശ്വട്ടാ? കോമഡി വരെയാ നീ? ഒരു പണി, ഞാൻ കൂടെ വരാം. ഗേറ്റിംഗ് കാത്തുന്നോളാം. നീ വീട്ടിൽ ചെന്ന് എടുത്ത് തന്നാ മതി. അവിടെ കാശില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വളരെ അത്യാവശ്യമുണ്ട് എനിക്ക്. എന്താ അത്യാവശ്യം? കള്ളുകുടിക്കാനും ചീട്ട് കളിക്കാനും? ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യാൻ തന്നെ 50 രൂപ ഉണ്ടാക്കിയത് എത്ര ബുദ്ധിമുട്ടിട്ടാണെന്ന് സാറിന് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബസ് ഫെയർ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. പെട്ടെന്നൊരു ബസ് സമരം ഉണ്ടായാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകാൻ പോലും എന്റെ കയ്യിൽ കാശില്ല സർ. ഹലോ, What do you want? നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? We came here to canvas. What canvas? Where's your dad? Just a minute. Ah. Oh, അങ്ങനെ വരട്ടെ. അതാ ഇന്നലെ എന്നെ കാത്തു നിൽക്കാതെ വലിയ ഗമയിൽ അങ്ങ് പോയതല്ലേ? ചിരിക്കണ്ട. ഓ ചിരിക്കുന്നില്ല. പ്രദീപ്, ഞാൻ ജൂലിയറ്റ് ഒന്നും ആവാൻ പോണില്ല. ഞാൻ അരവിന്ദിന്റെ കൂടെ അഭിനയിക്കുമെന്ന് ശരിക്കും വിചാരിച്ചോ? അപ്പോഴേക്കും അസൂയായില്ലേ? അല്ല, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ തോന്നി. അത്രയ്ക്ക് ഇഷ്ടാണോ എന്നെ? അതെ. പ്രദീപിനെ എനിക്കും. ഇനി ഒരുപാട് ദൂരമുണ്ടോ അച്ഛാ? വലിയ സ്കൂളായിരിക്കും അച്ഛാ അത്? എന്താ സ്കൂളിന്റെ പേര്? ഞാൻ മറന്നുപോയി. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. വാലി ഹിൽ ബോർഡിംഗ്. വന്നാലും ഡാഡി സമ്മതിക്കില്ലെന്ന് പറഞ്ഞു സുരേഷ്. സിന്ധു കരയണ്ട, ഡാഡിയോട് ഞാനും സംസാരിക്കാം. വേണ്ട സുരേഷ്, എനിക്ക് പേടിയാവുന്നു. ഏയ്, കിടക്കണേ മോളെ, വല്ല മുള്ളോ കുപ്പി കഷ്ണോ കാണും. ആന്റി മിണ്ടല്ലേ, അത് പോവും. നല്ല തുമ്പിയായിരുന്നു, അത് പോയി. ഇനി നാളെ പിടിക്കാം. ബാ. ആന്റി, നമുക്ക് ഊഞ്ഞാലാടാ. മോളുടെ ചെരുപ്പന്തിയേ? അയ്യോ, ചെരുപ്പിടാണ്ട് മണ്ണിലിറങ്ങി നടന്നാലേ ഡാഡി വഴക്ക് പറയും. ഹായ് സിന്ധുമോൾ. ഡാഡി, ഡാഡി. എനിക്ക് സഹോദരന്മാരില്ല. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ വെറുതെ ഓരോന്ന് ചോദിച്ച് അനിലിന് ബോറടിപ്പിക്കുന്നു അല്ലേ? സാരമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ ഇനിയും ഒത്തിരി സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ കഴിയുന്നില്ല. എന്ത് പറയണമെന്ന് വിചാരിച്ചോ അത് പറഞ്ഞില്ല. ഇത് വായിച്ചിട്ട് എനിക്കൊരു മറുപടി തരും. ഒരു ലെറ്റർ. അച്ഛനെയും അമ്മയൊന്നും കാണിച്ചില്ല. അതെന്താ? കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, ചിലപ്പോ വല്ല സ്വകാര്യാണെങ്കിലോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ.
അഥവാ ഉണ്ടായിരുന്നാലും ഞാനാരോടും ഇത് ബാലു എഴുതിയതാണോ? അത് ആണോ അല്ലയോ? അതെ മാഡം. ഗെറ്റ് ലോസ്റ്റ്. മാഡം ഗെറ്റ് ലോസ്റ്റ്. അയാളുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തേക്ക്. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് പാതിരാത്രിക്ക് പഴംപുരാണം പറയാ. ബാലു, ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കട്ടെ? എന്ത് അഭിനയം? എന്തു പറ്റി? ആ തൊപ്പിക്കാരൻ പിശാച് തന്നെ ബ്രെയിൻ വാഷ് ചെയ്തോ? അങ്ങനെയൊന്നല്ല. സാറ് പറഞ്ഞത് ശരിയല്ലേന്നൊരു തോന്നൽ. സാറിന്റെ അടുത്ത പടത്തില് പൃഥ്വിരാജ. ഹീറോയിൻ ആരാണെന്നറിയോ? ആരാ? ഞാനത്രേ.